എ സ്റ്റോറി ആൻഡ് എ സോങ് ബൈ എ കെ രാമാനുജൻ. എ കെ രാമാനുജൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പോയറ്റാണ്, സ്കോളറാണ്, ലിംഗ്വിസ്റ്റ്, ഫോക്ലോറിസ്റ്റ്, പ്ലേറൈറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റർ. അദ്ദേഹത്തിൻ്റെ എ ഫ്ലവറിംഗ് ട്രീ ആൻഡ് അതർ ഓറൽ ടെയിൽസ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഫോക്ലോർ കളക്ഷൻ്റെ അകത്തുള്ള ഒരു സ്റ്റോറിയാണ് എ സ്റ്റോറി ആൻഡ് എ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫോക്ക് ടെയിൽ ജോണറിൽ പെടുന്ന വർക്കാണ് എ സ്റ്റോറി ആൻഡ് എ സോങ് എന്ന് പറയുന്നത്. അപ്പം ഈ ടെയിൽസ് എന്ന് പറയുന്നത് കർണാടക റീജിയനിൽ ഫോക്ലോറിസ്റ്റുകൾ പറഞ്ഞു പോയിരിക്കുന്ന സ്റ്റോറികൾ പോലെയുള്ള ഒരു കളക്ഷൻ ഫോം ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് രാമാനുജൻ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഓറൽ റിട്ടേൺ ലിറ്ററേറ്ററി ട്രഡീഷൻ്റെ ഒരു ഇൻ്റർ ടെക്സ്റ്റുവാലിറ്റിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിച്ചേക്കുന്നത്. അപ്പോൾ ഫോക്ക് ടെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താണ് നമുക്ക് നോക്കാം. ഫോക്ക് ടെയിൽസ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് സ്റ്റോറിയാണ്. അത് പിന്നെയും എന്താണ് ആളുകൾ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറി. അപ്പം നമുക്ക് തന്നെ അറിയാം ഒരുപാട് സ്റ്റോറീസ് നമുക്ക് ഫോക്ക് ടെയിൽസ് ആയിട്ട് അറിയാവുന്നത്. അപ്പം നമ്മൾ ഈ വാമൊഴിയായിട്ട് പറഞ്ഞു പോകുന്നതാണ് ഈ ഫോക്ക് ടെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഓരോ ഹ്യൂമൻ സൊസൈറ്റിക്കും, അതിപ്പം നമ്മൾ മലയാളികളായിക്കോട്ടെ, നമ്മൾ അന്യഭാഷക്കാർക്കായിക്കോട്ടെ, എല്ലാ നാട്ടിലും അതിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള ഫോക്ക് ടെയിൽസ് ഉണ്ട്. ഫോക്ക് എന്ന് പറയുന്നത് VOLK എന്ന് പറയുന്നത് ജർമ്മൻ വേർഡിൽ നിന്നാണ് വരുന്നത്. ഫോക്ക് ടെയിൽസ് എന്ന് പറയുന്നത് സ്റ്റോറീസ് ഫോർ പീപ്പിൾ എന്ന് പറയാം. ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ വായനക്കാർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ കേൾവിക്കാർക്ക് വേണ്ടിയുള്ള സ്റ്റോറീസാണ് ഫോക്ക് ടെയിൽസ് എന്ന് പറയുന്നത്. ഇത് റിട്ടൺ ഫോമിനേക്കാളും കൂടുതൽ ഓറൽ ട്രഡീഷനിലാണ് പഴയ കാലത്തുണ്ടായിരുന്നത്. പിന്നീട് ഇതിനകത്ത് മിത്ത്, ഫെയറി ടെയിൽസ് ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും വരാറുണ്ട്. കുറച്ച് മാജിക്കൽ ഐഡിയാസ്, പിന്നെ ഒരു ആ പ്രോബ്ലം റിസോൾവ് ചെയ്യുന്നത്, പിന്നെ കുറച്ച് മാജിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് അവിടെയും ഇവിടെയും സ്റ്റോറീസിൽ കാണും. ഒരു മോറൽ കാണും. ഇതൊക്കെ ഒരു ഫോക്ക് ടെയിലിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഇത് കൂടുതലും അനോണിമസ് ആയിട്ടുള്ള വർക്കാണ് ഫോക്ക് ടെയിൽസ് കൂടുതലും വന്നു പോയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഫോക്ക് ലോർ എന്ന് പറയുന്നത് ഒരു വലിയ റിച്ച് കളക്ഷൻ ഓഫ് ഫോക്ക് ടെയിൽസ് തന്നെയാണ്. അത് നമ്മുടെ റിലീജിയസ് റൈറ്റ്സും സെറിമണീസും പ്ലേസസും ആനിമൽ, മെൻ, കപ്പിൾ, സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സും എല്ലാമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ജോണർ ഓഫ് ഫോക്ക് ടെയിൽസ്. അപ്പം നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന എ സ്റ്റോറി ആൻഡ് എ സോങ് എന്ന് പറയുന്നത് എ ഫ്ലവറിംഗ് ട്രീ ആൻഡ് അതർ ഓറൽ ടെയിൽസ് ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന എ കെ രാമാനുജൻ്റെ ഫോക്ലോർ കളക്ഷൻ്റെ അകത്തെ ഫസ്റ്റ് സ്റ്റോറിയാണ് എ സ്റ്റോറി ആൻഡ് എ സോങ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് പറയുന്നത് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും, അതുപോലെ തന്നെ നമ്മൾ ഈ അറിയാവുന്ന സ്റ്റോറീസ് അല്ലെങ്കിൽ സ്റ്റോറീസ് നമ്മൾ അപ്ഹോൾഡ് ചെയ്ത് നമ്മളത് ആരോടും പറയാതെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യും, അത് അൺടോൾഡ് ആയിട്ടിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും. അതൊരു വാർണിംഗ് സൈൻ പോലെയും ഈ സ്റ്റോറിയുടെ അകത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ സ്റ്റോറിയുടെ അകത്ത് മെയിനായിട്ട് വരുന്ന 2 ക്യാരക്ടേഴ്സ് ഒരു ഹൗസ് വൈഫും അതുപോലെ തന്നെ ഹസ്ബൻഡുമാണ്. അപ്പം എ സ്റ്റോറി ആൻഡ് എ സോങ് എന്ന് പറയുന്നത് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ടെയിലാണ്. അത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഷെയറിങ് സ്റ്റോറീസ് ആൻഡ് നോട്ട് കീപ്പിംഗ് ദം ബോട്ടിൽഡ് അപ്പ്. നമ്മൾ സ്റ്റോറീസ് ഷെയർ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അതിങ്ങനെ ബോട്ടിൽ അപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ലാത്തതിനെ പറ്റിയുമാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഹൗസ് വൈഫിന് ഒരു സ്റ്റോറി അറിയാമായിരുന്നു, അതുപോലെ ഒരു സോങ്ങും അറിയാമായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഫോക്ക് ടെയിലിൻ്റെ അകത്ത് എവിടെയും പറയുന്നില്ല എന്ത് സ്റ്റോറിയാണെന്നും എന്ത് സോങ് ആണെന്നും. ഇത്രയേ ഉള്ളൂ, ഹൗസ് വൈഫിന് ഒരു സ്റ്റോറി അറിയാമായിരുന്നു, ഒരു സോങ് അറിയാമായിരുന്നു. പക്ഷേ അതെന്ത് ചെയ്തു, ഷീ കെപ്റ്റ് ഇറ്റ് സീക്രട്ട് ടു ഹെർസെൽഫ്. അത് മറ്റാരോടും പറയാതെ അത് എന്നും അൺടോൾഡ് ആയിട്ട് തന്നെ ഈ സോങ്ങും സ്റ്റോറിയും അവൾക്കുള്ളിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ബോത്ത് ദി സ്റ്റോറി ആൻഡ് സോങ് വാസ് ഇംപ്രിസൺഡ് വിത്തിൻ ഹെർ. അവളുടെ ഉള്ളിൽ തന്നെ ഇംപ്രിസൺഡ് ആയിരുന്നു ഈ സ്റ്റോറിയും സോങ്ങും. അപ്പം നമ്മുടെ ഈ സ്റ്റോറിയും സോങ്ങും എന്താണ്, ഇങ്ങനൊരു തടവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സ്റ്റോറിയും സോങ്ങും അതിൽ നിന്ന് ഈ ഇംപ്രിസൺമെൻറ്റിൽ നിന്ന് ചോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. തുടർന്ന് നടക്കുന്ന സീരീസ് ഓഫ് സ്ട്രേഞ്ച് ഇവൻറ്റ്സ് ആണ് നമ്മുടെ സ്റ്റോറിയിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം പറഞ്ഞതുപോലെ തന്നെ ഈ ഹൗസ് വൈഫ് ഇതുവരെയും ഷീ ഹാഡ് നെവർ ഷെയർഡ് ദ സ്റ്റോറി ഓർ ദ സോങ് ടു എനിവൺ എൽസ് ആൻഡ് ഷീ കീപ്സ് ദം ടു ഹെർസെൽഫ്. അതിൻ്റെ റിസൾട്ടായിട്ട് അവളുടെ ഉള്ളിൽ ഇപ്പം ഇതിങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരുപാട് ഇങ്ങനെ ഉള്ളിൽ തന്നെ വെച്ച് കഴിയുമ്പോൾ ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ ഒരു സഫോക്കേഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റോറിയും സോങ്ങും ഫിസിക്കൽ ഫോംസിൽ അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ചോക്ക് ഔട്ട് ചെയ്യുവാണ്. പുറത്തോട്ട് ഈ സഫോക്കേറ്റ് ചെയ്തിരുന്ന സ്റ്റോറിയും സോങ്ങും അവളുടെ ഉള്ളിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോവുകയാണ്. അതുപോലെ ഫിസിക്കൽ ഫോംസും സ്വീകരിക്കുന്നുണ്ട്. അപ്പം
സ്റ്റോറി എസ്കേപ്പ് ചെയ്തു. അപ്പം അവൾ ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ മൗത്തിലൂടെ സ്റ്റോറി എസ്കേപ്പ് ചെയ്തു. അത് എന്നിട്ട് ഇറ്റ് ടു ദ ഷേപ്പ് ഓഫ് എ പെയർ ഓഫ് ഷൂസ്. സ്റ്റോറി എസ്കേപ്പ് ചെയ്തിട്ട് ഒരു പെയർ ഓഫ് ഷൂസിൻ്റെ ഫോമിലോട്ടാക്കി. എന്നിട്ട് വീടിനൊരു വശത്ത് കൊണ്ടുപോയി അത് ഒരു വശത്ത് പ്ലേസ് ആവുകയാണ്. ഇനി സോങ്ങും അതുപോലെ തന്നെ മൗത്തിൽ കൂടെ എസ്കേപ്പ് ചെയ്തിട്ട് ആൻഡ് ഇറ്റ് ടു ദ ഷേപ്പ് ഓഫ് സംതിങ് ലൈക്ക് എ മാൻസ് കോട്ട്. ഒരു മാനിൻ്റെ കോട്ടിൻ്റെ ഷേപ്പിലോട്ട് നമ്മുടെ സോങ്ങും വരുവാണ്. എന്നിട്ട് അതവിടെ ഒരു പെഗിൻ്റെ മണ്ടയിൽ ഹാങ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ആ സ്ത്രീയുടെ ഹൗസ് വൈഫിൻ്റെ മൗത്തിലൂടെ ആ സോങ്ങും സ്റ്റോറിയും ചോക്ക് ഔട്ട് ചെയ്യുവാണ്. സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പെയർ ഓഫ് ഷൂസിൻ്റെ ഫോമിലും സോങ് എന്ന് പറയുന്നത് ഒരു മാൻ്റെ കോട്ടിൻ്റെ ഫോമിലോട്ടും മാറിപ്പോവുകയാണ് ചെയ്യുന്നത്, ട്രാൻസ്ഫോം ചെയ്യുവാണ്. ആൻഡ് മീൻ വൈൽ ഈ വിമൻ്റെ ഹസ്ബൻഡ് വീട്ടിലോട്ട് വരുവാണ്. ആൻഡ് ഹി വാസ് സർപ്രൈസ് ടു സീ ദ കോട്ട് ആൻഡ് ഷൂസ്. ആ കോട്ടും ഷൂസും കണ്ട് പുള്ളി സർപ്രൈസ്ഡ് ആവുകയാണ്. ആൻഡ് ഹി ആസ്ക്ഡ് ഹൂ ഈസ് വിസിറ്റിംഗ്. ഷീ സെഡ് നോ വൺ. അപ്പം ആരാ വന്നിരിക്കുന്നത്, ആരാ നമ്മുടെ വീട്ടിലെ അതിഥിനെ ചോദിക്കുമ്പം ദർ ഇസ് നോ വൺ എന്നാണ് അവൾ റിപ്ലൈ പറയുന്നത്. കാരണം അവളുടെ അറിവിൽ ആരും എത്തിയിട്ടില്ല. അപ്പോൾ അവൻ ചോദിക്കുന്നത് ഇത് ആരുടെ കോട്ടും ഷൂസുമാണ്. അവൾ പറഞ്ഞു ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ് റിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ഹസ്ബൻഡ് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. അദ്ദേഹം സസ്പീഷ്യസ് ആവുകയാണ്. കാരണം ഇവനില്ലാത്ത സമയത്ത് ഇവിടെ മറ്റാരോ വന്നു, അതാരാണെന്നുള്ള തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്ന് മനസ്സിലാക്കി പുള്ളി എന്ത് ചെയ്യുവാണ്, സസ്പീഷ്യസ് ആവുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആരും വന്നിട്ടില്ല. ഈ വിമണിന് അറിയില്ല എവിടുന്ന്, ഈ ഹൗസ് വൈഫിന് അറിയില്ല ഇത് എവിടെ നിന്നാണ് ഈ പറയുന്ന കോട്ട് ഷൂസും വന്നതെന്ന് പോലും. എന്നിട്ട് ഈ വിസിറ്റർ ആരാണെന്ന് ചോദിക്കുന്നു. അവൾ ഡിനൈ ചെയ്യുന്നു. ഹസ്ബൻഡ് സസ്പീഷ്യസ് ആവുന്നു. എന്നിട്ട് ഈ കപ്പിൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്വാറൽ ചെയ്യുവാണ്. ഹസ്ബൻഡ് ലാസ്റ്റ് അഡിഷൻ വന്ന് ഹൗസിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ മീൻ വൈൽ അവിടെ നിന്ന് ഒരു ബ്ലാങ്കറ്റും എടുത്ത് അവിടെ അടുത്തുള്ളൊരു മങ്കി ഗോഡ്സ് ടെമ്പിളിലോട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഹസ്ബൻഡ് പോകുന്നത്. അപ്പം ഈ സമയത്ത് ആ വീട്ടിലെ ലാമ്പ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാധാ ലൈറ്റ് തരുന്ന ലാമ്പ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പം ഗ്രാമത്തിലെ എല്ലാ ലാമ്പുകളും ഈ മങ്കീസ് ഗോഡ്സ് ടെമ്പിളിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടെയുള്ള കാര്യങ്ങളും അവിടെ നാട്ടിലെ വിശേഷങ്ങളും ഗോസിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയൊക്കെയാണ് ഇവരുടെ പതിവ്. അപ്പോൾ ഈ ഗോസിപ്പിംഗ് എന്ന് പറയുന്നതിന് വേണ്ടി ഇവരെല്ലാവരും എല്ലാ രാത്രിയിലും എല്ലാ ലാമ്പുകളും ഒത്തുകൂടും. അപ്പോൾ ഈ പറയുന്ന ദിവസം നമ്മുടെ ഈ ഹൗസ് വൈഫിൻ്റെ അതുപോലെ ഈ ഹസ്ബൻഡിൻ്റെയും വീട്ടിൽ നിന്നുള്ള ലാമ്പ് എന്ത് ചെയ്യുവാണ്, അവിടെ ഈ മങ്കി ഗോഡ് ടെമ്പിളിൽ എത്തുമ്പോൾ താമസിച്ച് പോവുകയാണ്. അപ്പം ബാക്കി ലാമ്പ് ചോദിക്കുവാണ്, നീ എന്താ ഇത്രയും താമസിച്ചേ, ബാക്കി ഞങ്ങളെല്ലാവരും നേരത്തെ എത്തിയല്ലോ, വൈ ആർ യു സോ ലേറ്റ് ടു നൈറ്റ് എന്ന് ചോദിക്കുമ്പം നമ്മുടെ ലാമ്പ് ഉത്തരം പറയുവാണ്, അറ്റ് എ ഹൗസ് ദ കപ്പിൾ ക്വാറൽ ലേറ്റ് ഇൻ ടു നൈറ്റ്. ഞങ്ങളുടെ വീട്ടിൽ കപ്പിൾസ് രണ്ടും കൂടി ഭയങ്കര വഴക്കായിരുന്നു. അപ്പം ബാക്കിയുള്ളത് ഓൾറെഡി ഇവർക്ക് ഗോസിപ്പിങ്ങിനോട് താല്പര്യം കൂടുതലുള്ളതാണ് ഈ ലാംസ്. അവർ ചോദിക്കുവാണ് നിങ്ങൾ എന്തിനാണ് അവർ വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുമ്പം അപ്പം പറയുവാണ്, ഹസ്ബൻഡ് വീട്ടിലില്ലായിരുന്നു, ഒരു പെയർ ഷൂസും വരാന്തയിൽ കാണപ്പെട്ടു, അതേപോലെ ഒരു മാൻ്റെ കോട്ട് അവിടെ പെഗ്ഗിൽ തൂക്കിയിട്ടേക്കുകയും ചെയ്യുകയാണത്. ഇത് കണ്ടിട്ട് ഹസ്ബൻഡ് ചോദിച്ചു ആരാ വന്നതെന്ന് ചോദിക്കുമ്പോൾ വൈഫ് പറഞ്ഞു അവൾക്കറിയില്ലെന്ന്. ആൻഡ് ദ സ്റ്റാർട്ടഡ് ദ ക്വാറൽ എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ബാക്കി ലാംസ് ചോദിക്കുവാണ് ശരിക്കും എവിടെ നിന്ന് ഈ കോട്ടും ഷൂസും വന്നതെന്ന്. അപ്പം പറയുവാണ്, എൻ്റെ വീട്ടിലെ ലേഡിക്ക് ഒരു സ്റ്റോറിയും ഒരു സോങ്ങും അറിയായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും ആ സ്റ്റോറിയോ സോങ്ങോ മറ്റാരോടും പറഞ്ഞിട്ടുമില്ല, ആ പാട്ട് എവിടെ ആലപിച്ചിട്ടുമില്ല, സ്റ്റോറി ആരോട് പറഞ്ഞിട്ടുമില്ല. ഈ സ്റ്റോറിയും സോങ്ങും അവളുടെ ഉള്ളിലിരുന്ന് സഫോക്കേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അവർ ചോക്ക് ഔട്ട് ചെയ്യുവാണ്. ആൻഡ് ദ ടേൺഡ് ഇൻറ്റു എ കോട്ട് ആൻഡ് എ പെയർ ഓഫ് ഷൂസ് എന്ന് പറയുവാണ്. അവർ ശരിക്കും പറഞ്ഞാൽ അവളോട് റിവെഞ്ച് എടുക്കുകയാണ് ചെയ്തത്. ആൻഡ് ഈവൻ ആ വിമൺ ഇതുവരെ അറിയത്തില്ല അവൾക്ക് അവളുടെ ഉള്ളിലെ സോങ്ങും സ്റ്റോറിയാണ് ഈ പുറത്ത് വന്ന് ഈ പറഞ്ഞ ഫിസിക്കൽ ഫോംസ് സ്വീകരിച്ചതെന്ന് പോലും. ആൻഡ് നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു ഹസ്ബൻഡ് പിണങ്ങി ഈ പറയുന്ന മങ്കി ഗോഡ്സ് ടെമ്പിളിലോട്ടാണ് പോയേക്കുന്നത്. അപ്പം അവിടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ബ്ലാങ്കറ്റും പുതച്ച് ഇവന് ഈ ടെമ്പിളിൽ കിടക്കുമ്പോൾ ഇവൻ ഈ ലാമ്പിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം കേൾക്കുവാണ്. അങ്ങനെ ഇവൻ്റെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തു. ഇപ്പം വൈഫിനോട് ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള മെൻറ്റാലിറ്റിയും ഇല്ല. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ വൈഫിനോട് ചോദിക്കുവാണ്, നിനക്ക് സ്റ്റോറിയും സോങ്ങും അറിയാമോ എന്ന്. പക്ഷേ അവൾ പറയുന്നത് ഏത് സ്റ്റോറി ഏത് സോങ് ഞാൻ ഓർക്കുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. കാരണം എന്താ, അവൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരിക്കലും അത് ആരോടും പറയുന്നില്ല. അതൊരു അൺടോൾഡ് സ്റ്റോറി ആയിട്ടും അൺസങ് സോങ് ആയിട്ടുമാണ് കിടക്കുന്നത്. അപ്പോൾ അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ അവളുമായിട്ട് അതിന് ഡയറക്റ്റ് ഒരു കണക്ഷനും ഇല്ല.
അത് പുറത്തോട്ട് വന്നു കഴിയുമ്പം അവളുടെ ഉള്ളിൽ നിന്ന് ആ കംപ്ലീറ്റ് സ്റ്റോറി, ആ നരേറ്റീവ് സ്റ്റോറി ടെല്ലിങ്ങും ഇല്ലാതായിപ്പോയി. അതുപോലെ മ്യൂസിക്കലിൻ്റെ ഇതാണെങ്കിൽ എലമെൻറ്റും അവളുടെ ഉള്ളിൽ നിന്ന് പോകുകയാണ് ചെയ്യുന്നത്. അപ്പം അത് അവളുടെ ഉള്ളിലിരുന്ന് സഫോക്കേറ്റ് ചെയ്ത് പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നീട് അവളുടെ ഓർമ്മയിൽ പോലും അങ്ങനെ ഒന്ന് ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് സ്റ്റോറിയും സോങ്ങും ലാസ്റ്റ് എന്ത് ചെയ്യുവാണ്, ലോസ്റ്റ് ആവുകയാണ്. ബിക്കോസ് ദേ വർ നോട്ട് ഷെയർഡ് ഓർ എക്സ്പ്രസ്ഡ് ബൈ ദി വുമൺ. അപ്പം ഏത് വ്യക്തിയാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള സോങ് ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, അത് അൺടോൾഡായിട്ട് സഫോക്കേറ്റഡ് ആയിട്ട് ഉള്ളിൽ തന്നെ വിത്തിൻ അവർ സെൽഫ് തന്നെ അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഇതുപോലെ എന്തെങ്കിലും ചോക്ക് ഔട്ട് ചെയ്യും. ആ ചോക്ക് ഔട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്കതിൻ്റെ ആ എസൻസും ക്വാളിറ്റിയും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതെ തന്നെയായി പോകും എന്നാണ് പറയുന്നത്. അപ്പം ഇത് മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് ദ പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അതുപോലെ തന്നെ സീക്രറ്റ്സ് നമ്മൾ കീപ്പപ്പ് ചെയ്താൽ ഉണ്ടാവുന്ന കോൺസിക്വൻസ്. ഇതിപ്പോൾ ഒരു പാട്ടും സ്റ്റോറിയുടെ സ്ഥാനത്ത് എന്ത് സീക്രട്ട് നമ്മൾ ഇതുപോലെ കീപ്പപ്പ് ചെയ്താലും ഈ പറയുന്നത് പോലെ തന്നെ പ്രശ്നങ്ങളും സഫോക്കേഷൻസ് ഒക്കെ ആണെങ്കിലും വരും. പിന്നെ നമ്മുടെ മെമ്മറിയുടെ എക്സ്പീരിയൻസിൻ്റെ ഒക്കെ ഫ്രജാലിറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിൻ്റെയും സെൽഫ് എക്സ്പ്രഷൻ്റെയൊക്കെ ട്രാൻസ്ഫോർമേറ്റീവ് പവറിനെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ആ സ്റ്റോറിയും സോങ്ങും സെൽഫ് ട്രാൻസ്ഫോം ചെയ്യുവാണ് ഈ പറയുന്ന കോട്ടിലോട്ടും ഷൂസിലോട്ടും. അപ്പോൾ ഇത് നമ്മളൊരു ഫിഗറിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു ക്രിറ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഈ പറയുന്ന നമ്മുടെ ആർട്ട് ഫോംസിന് അതിനൊരു ട്രാൻസ്ഫോർമേറ്റീവ് നേച്ചർ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മാജിക്കൽ എലമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും വന്നു പോകുന്നുണ്ട്. ഇത് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ക്യാരക്ടർ അനാലിസിസ് നോക്കണം. ഹസ്ബൻഡ് എന്ന് പറയുന്നത് സസ്പീഷ്യസ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തിയാണ്. എന്താണെന്നോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ സിറ്റുവേഷനെ ഒന്ന് സ്റ്റഡി ചെയ്യുന്നൊന്നുമില്ല. ആൻഡ് ഹീ ഈസ് ലാക്കിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. പക്ഷേ തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പം അതിനെ തിരുത്താനും സത്യത്തെ തിരിച്ചറിഞ്ഞു കഴിയുമ്പം ആ സത്യത്തെ തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനും മനസ്സുള്ളൊരു വ്യക്തിയാണ്. വൈഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടി സീക്രട്ടീവാണ്. എന്ന് പറഞ്ഞാൽ അവളുടെ ഉള്ളിൽ തന്നെ എല്ലാം ഷെയർ ചെയ്ത്, ആരോട് ഷെയർ ചെയ്യാതെ അവളുടെ ഉള്ളിൽ തന്നെ അപ്ഹോൾഡ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. പിന്നെ ഫോർഗെറ്റ്ഫുൾ നേച്ചർ, ഡിനൈയിങ് നേച്ചർ, മിസ്റ്റീരിയസ് ആണ് അവളുടെ ബിഹേവിയർ. അതേപോലെ തന്നെ ഷീ ഹാസ് എ സ്റ്റോറി ആൻഡ് സോങ് വിത്തിൻ ഇൻസൈഡ് ഹെർ. അതിനർത്ഥം എന്താ, ഷീ ഈസ് ക്രിയേറ്റീവ് ആണ്, ഇമാജിനേറ്റീവ് ആണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ലെന്ന് മാത്രം. ഇനി ഇതൊരു ഫോക്ക് ടെയിൽ എന്ന രീതിയിൽ നമ്മൾ പറയുവാണെങ്കിൽ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഇതൊരു ഫോക്ക് ടെയിൽ എന്ന രീതിയിൽ അനലൈസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയേണ്ടത് ഇതിൻ്റെ സെറ്റിങ് ഒരു റൂറലായിട്ടുള്ള നമ്മുടെ സാധാ സെറ്റിംഗാണ്. ഒരു ഹൗസ് വൈഫ്സ് ഹോം എന്നുള്ള രീതിയിൽ പറയാം. ക്യാരക്ടേഴ്സ് ഹൗസ് വൈഫും ഹസ്ബൻഡും. സിറ്റുവേഷൻ ആ സ്റ്റോറിയും സോങ്ങും അറിയാവുന്ന ഹൗസ് വൈഫ് അത് ഷെയർ ചെയ്യാതിരിക്കുമ്പം തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ. പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്, ഷൂസും കോട്ടും ഹസ്ബൻഡ് ഫൈൻഡ് ചെയ്തിട്ട് സസ്പീഷ്യസ് ആവുന്നത്. പിന്നെ ക്വാറലിംഗ് സീൻസ്. പിന്നെ ജേണി എന്ന് പറയുന്നത് ഹസ്ബൻഡ് മങ്കി ഗോഡ്സ് ടെമ്പിളിൽ പോകുന്നതും ലാംസ് ഒക്കെ മീറ്റപ്പ് ചെയ്യുന്നതും. റെസൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുന്നത് ഹസ്ബൻഡ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്, എല്ലാം തിരിച്ച് വീട്ടിൽ വന്ന് ആ സ്റ്റോറിയെ പറ്റിയും സോങ്ങിനെ പറ്റി ചോദിക്കുന്നത്, വൈഫ് അത് മറന്നു പോകുന്നതും. കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മോറൽ എന്താണെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അപ്പം ഷെയറിങ് സ്റ്റോറീസിൻ്റെ ആർട്ടിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഡേഞ്ചർ ഓഫ് കീപ്പിംഗ് സീക്രറ്റ്സും അസംഷൻസും. നമ്മൾ സീക്രറ്റ്സ് വിത്തിൻ ഹോൾഡ് ചെയ്താൽ അതിനുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതൊരു ക്ലാസിക് ഫോക്ക് ടെയിൽ പാറ്റേൺ ആണ്, നമുക്കത് വെച്ച് തന്നെ പറയാൻ വേണ്ടി പറ്റും. നല്ലൊരു സെറ്റിങ്ങും ക്യാരക്ടേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നുണ്ട്. സെറ്റിങ് ഈ സ്റ്റോറി സെറ്റിംഗ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാജിക്കൽ എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ജേണി എന്ന് പറയുന്ന പ്രോട്ടഗോണിസ്റ്റ് ചില ക്വസ്റ്റ്യൻസിന് ആൻസർ സീക്ക് ചെയ്ത് പോകുന്നു. റെസൊല്യൂഷൻ, കോൺഫ്ലിക്റ്റ് റിസോൾവ് ആകുന്നു. ആൻഡ് ലാസ്റ്റ് മോറൽ മെസ്സേജ് ആണെങ്കിലും ഈ സ്റ്റോറിയുടെ അകത്ത് കൺവേ ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ടും AK രാമാനുജൻ്റെ ഈ സ്റ്റോറി ആൻഡ് എ സോങ് എന്ന് പറയുന്ന ഈ ചെറിയ ഫോക്ക് ടെയിലിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്.